ഏറ്റവും വലിയ പ്രശ്നം വന്നതാണ് വണ്ടി തട്ടിയത്. അതെ, അതില് ഞാനും ഇളയ മോളും നിവ ബേബിയും ഇല്ലായിരുന്നു. ഏട്ടനും വേദന രാവിലെ ഉറക്കണീറ്റപ്പോഴത്തേക്ക് ഈ സൈഡ് എനിക്ക് ഭയങ്കര വേദന. ഹലോ ഗൈസ്, നമ്മള് കുറേ നാളായി അല്ലേ ഒരു ലോങ് വീഡിയോ ഒക്കെ ഇട്ടിട്ട്, ഒരുപാട് നാളായി. നമ്മൾ ഭയങ്കര ആഗ്രഹിച്ചൊക്കെയാണ് കേട്ടോ യൂട്യൂബ്, ഭയങ്കര നമ്മുടെ വലിയ സ്വപ്നമായിരുന്നു യൂട്യൂബിൽ നല്ലവണ്ണം വീഡിയോ ഇട്ട് വൈറലായി നല്ല വീഡിയോസ് ഇടണമെന്നൊക്കെ. പക്ഷേ കുറച്ച് നാളായിട്ട് ലൈഫിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ ഭയങ്കര പ്രശ്നങ്ങളാണ്. എന്താ ഒന്നും മിണ്ടാതിരിക്കുന്നേ? ഓക്കെ. അപ്പോ റീസെന്റ് അതില് ഏറ്റവും വലിയ പ്രശ്നം വന്നതാണ് വണ്ടി തട്ടിയത്. അതെ, അതില് ഞാനും ഇളയ മോളും നിവ ബേബിയും ഇല്ലായിരുന്നു. ഏട്ടനും നീനുമ്മയായിരുന്നു ഉണ്ടായിരുന്നത്. അവർ ഇടയ്ക്കിടയ്ക്ക് നീനമ്മേനെയും കൊണ്ട് ഏട്ടൻ ഷോപ്പിൽ പോകാറുണ്ട്. ഞാൻ ഒന്നും പോകാറില്ല. അപ്പൊ അങ്ങനെ പോയിട്ട് റിട്ടേൺ വരുന്ന സമയത്ത് വണ്ടിക്ക് സൈഡ് കൊടുത്തപ്പോ വണ്ടി സ്കിഡായി. വണ്ടി പെട്ടെന്ന് ഒരു മരത്തില് പോയി ഇടിച്ചു. മരത്തില് ഇടിച്ചിട്ട് വണ്ടി ഇടിച്ച് തലകീഴായിട്ട് രണ്ടവണയൊന്നും പറഞ്ഞില്ല, വണ്ടി ഇടിച്ചിട്ട് മറന്നു. സോറി, രണ്ടവണ പറയാനുള്ള സ്പേസ് ഒന്നും അവിടെ ഇല്ല. പക്ഷെ നല്ല ഇടിയായിരുന്നു. വണ്ടി മൊത്തത്തിൽ നശിച്ച് വണ്ടി ഫുള്ള് ഡാമേജ് ആയി. അതെ, നീനുമ്പ മുമ്പേ ഇരുന്ന് നീനുമ്പക്ക് ഞാൻ സീറ്റ് ബെൽറ്റ് ഉണ്ടായിരുന്നു. കാരണം നീനുമ്പ ആ സമയത്ത് ബാക്കിൽ എടുത്താൻ പറ്റത്തില്ലായിരുന്നു. കാരണം നീനുമ്പ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ, നീനുമ്പ ഞാൻ മാത്രമേ ഉള്ളൂ. വേറെ ഓപ്ഷൻ ഇല്ലല്ലോ. അപ്പം ഒരുപക്ഷെ ബാക്കിൽ നിന്ന് കുറച്ചുകൂടെ വലിയൊരു ആക്സിഡന്റ് ആയേനെ ഇടിച്ച സമയത്ത്. ഫ്രണ്ട് ഇരുന്നോണ്ട് എയർ ബാഗും സീറ്റ് ബെൽറ്റ് ഇട്ട് കൊടുത്തോണ്ട് എയർ ബാഗും ഓണായി. അപ്പൊ അതുകൊണ്ട് സത്യം പറഞ്ഞാൽ ഒന്നും പറ്റിയില്ല. അതെ, പറ്റാഞ്ഞത് സത്യത്തിൽ ടാറ്റ വണ്ടി ആയതുകൊണ്ട് മാത്രമാണ്, കാർ ആയതുകൊണ്ടാണ് ഒന്നും പറ്റാനില്ല. കാണുമ്പോൾ മനസ്സിലാവും. ഞാൻ സൈഡിൽ കാണിക്കാം എന്തായാലും. പിന്നെ എന്തോ ഭാഗ്യത്തില് കാരണം എല്ലാരും ചോദിച്ചത് നിങ്ങൾക്കൊന്നും പറ്റിയില്ലേ, കുഞ്ഞുണ്ടെന്ന് ഉള്ളതോടെ ഇത് ചെയ്യുമ്പം അറിഞ്ഞപ്പോഴത്തേക്കും എല്ലാരും ഭയങ്കര ടെൻഷൻ ആയിപ്പോയി. ഞാൻ എന്റെ വീട്ടിലായിരുന്നു കേട്ടോ. അപ്പൊ ഞാൻ സത്യത്തിൽ ആക്സിഡന്റ് ആയത് അറിഞ്ഞില്ല. ഞാൻ പിറ്റേ ദിവസമാണ് അതറിയുന്നത്. പിറ്റേ ദിവസവും എൻ്റെ അടുത്ത് ആരും പറഞ്ഞില്ല. പിറ്റേ ദിവസം ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് എന്നെ കള്ളത്തരം പറഞ്ഞ് ഏട്ടൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് അതിന് ശേഷമാണ് പറഞ്ഞത്. പക്ഷേ ദൈവഭാഗ്യം കൊണ്ടും എല്ലാവരുടെ പ്രാർത്ഥനയും കൊണ്ടും ഒന്നും പറ്റിയില്ല. നീനുമ്മയുടെ കാലൊന്നും ചെറിയ രീതിയിലൊന്ന് സ്ക്രാച്ചായി. പിന്നെ മുതുകത്തൊരു മുറിവുണ്ടായിരുന്നു. ആക്ച്വലി നമുക്കത് അറിയത്തില്ലായിരുന്നു എങ്ങനെ പറ്റിയതാണ് എന്നൊന്നും അറിയത്തില്ലായിരുന്നു. മുറിവ് എല്ലാരും പറഞ്ഞത് മുറിഞ്ഞതാണെന്ന്. പക്ഷെ ഞാൻ കണ്ടപ്പോ ഞാനത് പറഞ്ഞു, ഇത് മുറിഞ്ഞതല്ലല്ലോ, ഇത് പൊള്ളിയതല്ലേ എന്ന് ഞാനിങ്ങനെ ഏട്ടൻ്റെ അടുത്തും എല്ലായിടത്തും പറഞ്ഞു, ഇത് മുറിഞ്ഞതല്ല, ഇത് പൊള്ളിയതാണ് കുഞ്ഞിന്റെ മുതുക് എന്ന് പറഞ്ഞു. ചെറിയൊരു പൊട്ടുപോലെ ഉണ്ടായിരുന്നു അവള്. പക്ഷെ അത് എങ്ങനെ പൊള്ളി എന്നുള്ളത് ആർക്കും ഐഡിയ ഇല്ലായിരുന്നു. പക്ഷെ ഹോസ്പിറ്റലിൽ അവരും കണ്ടില്ല. ഹോസ്പിറ്റലിൽ അപ്പഴേ നീനുമ്മ വണ്ടി ആക്സിഡന്റ് ആയി. എനിക്ക് നീനുമ്മ ഇങ്ങനെ എന്നെ ഇങ്ങനെ വിളിക്കുന്ന സൗണ്ട് മാത്രമേ കേൾക്കുന്നു. അയ്യോ അച്ഛ എന്ന് മാത്രം ഇങ്ങനെ വിളിക്കുന്ന ഈ ഒരു സൗണ്ട് മാത്രമേ എന്റെ ചെവിയിൽ. വേറെ ഒന്നും എനിക്ക് അറിയാൻ വയ്യ. വണ്ടിയിൽ ഫ്രണ്ടിൽ നിന്ന് ഒരു പുകയും കാര്യങ്ങൾ, ചിലപ്പോൾ അത് എയർ ബാഗ് പൊട്ടിയതിന്റെ പുകയായിരിക്കും, ചിലപ്പം കൂളന്റ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇങ്ങനെ വണ്ടി വീഴുമ്പോൾ ഉള്ള പുകയായിരിക്കും. വണ്ടിയുടെ ഈ ട്രാൻസ്ഫോമർ അങ്ങോട്ട് വീഴുമ്പോൾ ഉള്ളൊരു പുകയായിരിക്കും. സത്യം പറഞ്ഞാൽ ഞാൻ അപ്പോഴേ ഫസ്റ്റ് എണീച്ച് വിളിച്ചത് അച്ചുവിനെയാണ്. ഇവളെ എല്ലാവർക്കും എന്റെ കൂട്ടുകാരനെ, കാരണം അവന്മാരല്ലേ അടുത്തുള്ളത്. വിളിച്ച് ഒരു 10 മിനിറ്റ് വന്ന് പറഞ്ഞു വന്നേ. എവിടെ നിന്നൊക്കെയോ എന്റെ നാട്ടിൽ എന്റെ സ്ഥലത്തുള്ള കുറെ പയ്യന്മാരൊക്കെ വന്ന്, കൊല്ലത്തുനിന്നൊക്കെ. അപ്പം എന്തോ ഭാഗ്യത്തിന് എനിക്കറിയാവുന്ന ആൾക്കാരൊക്കെ അവിടെ വന്ന്. എന്റെ കൂട്ടുകാർ വരുന്നതിന് മുന്നേ നമ്മുടെ വീടിന്റെ അടുത്തൊക്കെയുള്ള പയ്യന്മാർ, താഴേക്കുള്ള പയ്യന്മാരൊക്കെ വന്ന്. എനിക്കവരെ കണ്ടുപരിചയമില്ല. പക്ഷെ കൊല്ലത്തുനിന്ന് വരുന്ന വഴിക്ക് ഇങ്ങനെ അപ്പോഴേ വന്ന് വണ്ടിയൊക്കെ എടുത്ത് നൂത്ത് വെച്ച് വന്ന് അവിടെ അടുത്തുള്ള ചേച്ചിയൊക്കെ കുഞ്ഞിനെ എടുത്ത് നീനുമ്മേനെ എന്റെ മേടിച്ച്. ഞാൻ വണ്ടിക്ക് തലകീഴായിട്ട് കിടക്കുവാ. ഞാൻ നീനുമ്മയുടെ കാര്യത്തിൽ നമുക്ക് അത്ഭുതം തോന്നുന്നു. ഏട്ടൻ പറഞ്ഞത് മാത്രമേ എനിക്കറിയൂ. കാരണം അത്രയും വലിയൊരു ആക്സിഡന്റ് നടന്നിട്ടും അവൾ ആ സിറ്റുവേഷനിൽ ഭയങ്കര മാനേജബിൾ ആയിരുന്നല്ലേ. ഞാൻ അപ്പൊ തലകീഴായിട്ട് ഇങ്ങനെ വണ്ടി കിടക്കുക. അപ്പോഴത്തേക്ക് എന്നിട്ട് ഞാൻ പതുക്കെ സീറ്റ് ബെൽറ്റ് ഇങ്ങനെ കൈ സൈഡിൽ ഇട്ടിട്ട് സീറ്റ് ബെൽറ്റ് അങ്ങ് ഊരി. അപ്പൊ ഞാൻ താഴെ വന്ന് വീണ്. മനസ്സിലായോ? സീറ്റിൽ തന്നെ ആയിരുന്നു അപ്പോഴും ഞാൻ. നീനുമ്മ മറ്റേ അദ്ദേഹത്തോട് നീനോടെ കഴുത്തി വയറ്റിൽ കൂടെ അല്ലേ കിടക്കുന്നത്. നീനുമ്മ അതിനകത്തൂടെ ഇങ്ങനെ ഇതായിട്ട് കിടന്നു, താഴോട്ട് വീണ് കിടന്നു. ഭയങ്കര വലിയൊരു ഇടിയായിരുന്നു. പക്ഷെ സീറ്റ് ബെൽറ്റ് ഉള്ളതുകൊണ്ട് ആ ഒരു പെട്ടെന്ന് നീനുമ്മ തെറിച്ച് പോയില്ല.
അങ്ങനത്തെ ഭാഗ്യത്തിനാണ് വണ്ടി കറങ്ങിയ സമയത്ത് ഈ സൈഡിലെ ഗ്ലാസ് ഒക്കെ പൊട്ടിയായിരുന്നു. ഈ ഡോറിന്റെ സൈഡിലെ ഗ്ലാസ് ഒക്കെ പൊട്ടിയായിരുന്നു. അപ്പം അതിനകത്തോടൊന്നും നീനുമ വെളിയിൽ പോയിരുന്നെങ്കിൽ വലിയൊരു പ്രശ്നമായിരുന്നു. കാരണം വണ്ടി കറങ്ങുമല്ലേ. അപ്പം ഭയങ്കര ആക്സിഡന്റ് ആയിരുന്നു. അങ്ങനെ പിന്നെ നമ്മള് അതുകൊണ്ട് മാത്രമല്ല, വേറെ കുറെ ഇഷ്യൂസ് ഒക്കെ ഉള്ളതുകൊണ്ടാണ് ഇത്ര നാൾ ലോങ് വീഡിയോ ഇടായിരുന്നു. ഷോർട്ട് വീഡിയോ നമ്മൾ ഇടുന്നുണ്ടായിരുന്നു. ലോങ് വീഡിയോ അതുകൊണ്ടൊക്കെയാണ് ഇടാതിരുന്നത്. എന്തൊക്കെയോ സമയദോഷം കൊണ്ടാവാം അങ്ങനെയൊക്കെ പറ്റിയത്. പക്ഷെ ആ ആക്സിഡന്റ് അതെ, ഈ കുറച്ചൊക്കെ ഈ വിളയി എന്ന് പറയുന്നത് സത്യമായിട്ട് എനിക്ക് എന്റെ ലൈഫിൽ നിന്ന് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ കുറച്ച് നാളായിട്ട് അങ്ങനെ എന്റെ മനസ്സിൽ ഇങ്ങനെ കടന്നാ കറങ്ങുക. ഞാൻ ആ മുതുക് മുറിഞ്ഞത് പറഞ്ഞില്ലല്ലോ, മുതുക് മുറിഞ്ഞത് സീറ്റ് ബെൽറ്റ് ഇട്ടിരുന്നത് കൊണ്ടാണ് കേട്ടോ. മറ്റേ മറ്റേ അത് പൊട്ടിയിട്ട് എയർ ബാഗ് പൊട്ടിയിട്ട് അത് ഹീറ്റ് ആവും. ആ ഹീറ്റിന്റെ എന്തോ കൊണ്ട് അവളുടെ മുതുകത്ത് പൊള്ളലുണ്ടായിരുന്നു. അത് റീസെന്റ് ഒരു വീഡിയോ ഒരു ഷോ നിങ്ങൾ പറയണം. എയർ ബാഗ് പൊട്ടിക്കഴിഞ്ഞാൽ ചൂടാവൂ. നമുക്ക് ഇപ്പൊ ആക്സിഡന്റ് പറ്റുന്നവർക്ക് അറിയാൻ പറ്റത്തില്ല എന്താണ് സംഭവിച്ചത്. ആ സമയത്ത് എന്താണെന്ന് ഒരു 5 മിനിറ്റത്തേക്കുള്ള കാര്യമൊന്നും പിന്നെ ഓർമ്മ കാണത്തില്ല. ചോദിക്കുമ്പോൾ ക്ലിയർ ആയിട്ട് പറയാൻ പറ്റത്തില്ല. അവള് കരഞ്ഞൊന്നുമില്ലേ? നീനുമ എന്റെ കയ്യിൽ വന്നപ്പോ നീനുമ ഓക്കെയാണ്. നീനുമ അല്ലാതെ കരഞ്ഞതൊന്നുമില്ല, ഒന്നും ചെയ്യില്ല. എന്തോ നീനുമയുടെ ഭാഗ്യം കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ എന്റെ ഭാഗ്യം കൊണ്ട് നീനുമ രക്ഷപ്പെട്ടു, അല്ലെ നമ്മുടെ രണ്ടുപേരും ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു. അല്ലെ വേറെ വല്ല സത്യം പറഞ്ഞാലും വേറെ വല്ല വണ്ടി ആയിരുന്നെങ്കിൽ നല്ല രീതിയിൽ നമ്മളെ വെട്ടിപ്പൊളിച്ചെടുക്കേണ്ടി വന്നേനെ വണ്ടിയിൽ നിന്ന്. കാരണം നല്ല പോലെ വണ്ടി മറിഞ്ഞല്ലോ. ഭാഗ്യത്തിന് ഓപ്പോസിറ്റ് വേറെ വണ്ടികളൊന്നും വന്നില്ല. രാത്രിയായിരുന്നു. പിന്നെ ഞാൻ പെതുക്കിയാ പോയത്, അതിന്റെയും കൂടെ ഒരു ഇതുണ്ട്. പിന്നെ വണ്ടി EV ആയതുകൊണ്ടായിരിക്കും, ആ ഒരു ആക്സിലറേഷൻ ഭയങ്കര ഇതായതുകൊണ്ടായിരിക്കും ചിലപ്പം മരത്തിലിടിച്ചിട്ട് പിന്നെ വണ്ടി മറിഞ്ഞ. എനിക്കറിയാമോ എന്താ സംഭവിച്ചത് പോലും അറിയാൻ പറ്റില്ല. ലാസ്റ്റ് ഒരു 1 മിനിറ്റ് ഉള്ള സംഭവങ്ങളൊന്നും ഏട്ടൻ്റെ അടുത്ത് ചോദിച്ചിട്ട് ഏട്ടന് ഓർമ്മയില്ല. ഏട്ടൻ എങ്ങനെയാണ് തട്ടിയെന്നൊന്നും കറക്റ്റ്. ഇതെല്ലാം ഒരു എന്താണ് ഇങ്ങനെ ആയിരിക്കാൻ സംഭവിച്ചത് എന്നുള്ള ഒരു ഇത് മാത്രമാണ്. എന്താണ് എങ്ങനെയാണെന്നൊന്നും ഏട്ടനെ അറിയത്തില്ല. ഒരുപാട് പേര് നമുക്ക് വീഡിയോ ഇട്ട സമയത്ത് ഒരുപാട് പേര് ചോദിച്ചായിരുന്നു എങ്ങനെ ആക്സിഡന്റ് പറ്റി, എന്ത് പറ്റിയത്. വണ്ടി വന്ന് കയറി, പക്ഷെ പിന്നെ വണ്ടി ഇടിച്ച സമയത്തുള്ളതൊക്കെ ഇനി തലക്കടി കൊണ്ടോട്ടാണ്. എന്റെ തലയിൽ സൈഡിലൊരു നല്ലൊരു ഇടി കിട്ടിയായിരുന്നു. അന്ന് ഞാൻ ഹോസ്പിറ്റലൊക്കെ പോയി. അന്ന് ഞാൻ പോയില്ല, പക്ഷെ അടുത്ത ദിവസം വേദനയായി. രാവിലെ ഉറക്കണീറ്റപ്പോഴത്തേക്ക് ഈ സൈഡ് എനിക്ക് ഭയങ്കര വേദന. എന്തോ അപ്പോഴും ഒരു ബോധം ഇല്ല. എന്തൊക്കെയോ ഇങ്ങനെ പുകഞ്ഞ് നിൽക്കുന്നതൊക്കെ മാത്രമേ ഉള്ളൂ മനസ്സിൽ. നീനുമയ്ക്ക് കുഴപ്പമൊന്നുമില്ല. നീനുമ അപ്പോഴേ ബുക്ക് എടുത്തോണ്ട് ഹോസ്പിറ്റലിൽ പോയി. കൂട്ടുകാർ വന്നപ്പോഴേ ബുക്ക് എടുത്തോണ്ട് നീനുമയെ കൊണ്ട് നേരെ കൊല്ലത്ത് ഹോസ്പിറ്റലിൽ പോയി. എന്നെ കാണിച്ചില്ല. എനിക്ക് അപ്പോഴൊന്നും ഒരു കുഴപ്പമില്ലായിരുന്നു. പിന്നെ രാവിലെ ആയപ്പോഴത്തേക്കാണ് ഈ ഹെഡിന്റെ സൈഡിലായിട്ട് പെയിൻ വരാൻ തുടങ്ങിയത്. എന്തായാലും കുഴപ്പമില്ലാതെ ഇതായി. വണ്ടി അന്ന് തന്നെ രാത്രി തന്നെ വണ്ടി കൊണ്ട് ഷോറൂമിൽ കയറ്റി. ഇപ്പം ക്ലൈമൊക്കെ കിട്ടും, കുഴപ്പമില്ല. വണ്ടിക്ക് വേറെ പ്രശ്നമൊന്നുമില്ല. വണ്ടിക്ക് ടാറ്റ ആയതുകൊണ്ട് തന്നെ വേറെ, അതായത് ഇന്റീരിയറിൽ വേറെ പ്രശ്നമൊന്നുമില്ല. ഔട്ട് സൈഡ് മൊത്തം ഗ്ലാസ് ഒക്കെ പൊട്ടി. ബമ്പറിന് അളവിയൊന്നുമില്ല, എന്നാലും ടയറൊക്കെ ഞണങ്ങി. ടയറൊക്കെ പഞ്ചറായി, ടയറൊക്കെ പൊട്ടിപ്പോയി, കീറിപ്പോയല്ലേ. ടയറൊക്കെ കീറിപ്പോയി, ഗ്ലാസ് എല്ലാം, വിൻഡോസ് എല്ലാം പൊട്ടി, സൈഡ് ഫ്രണ്ടൊക്കെ പോയി. പിന്നെ EV പോയപ്പോഴാണ് ഇതിനകത്ത് പിന്നെ എണ്ണ അടിക്കുന്ന ചിലവ് പിന്നെ വന്ന് കയറിയത്. ഇതിനകത്ത് എണ്ണ അടിക്കുന്നത് ഒരു ദിവസം 800 രൂപയ്ക്കാണ് ഈ വണ്ടിയിൽ എണ്ണ അടിക്കുന്നത്. അത് ജസ്റ്റ് കൊല്ലം വരെ പോയിട്ട് റിട്ടേൺ വരാം. വേറെ എവിടെയെങ്കിലും പോവാൻ കുറച്ചുകൂടെ കറങ്ങുവാണെങ്കിൽ പിന്നെയും പെട്രോൾ അടിക്കണം. ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം നമ്മള് ഷോപ്പിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് മാത്രം മേടിച്ചതാണ് വണ്ടി EV. അപ്പൊ കാരണം നമുക്ക് അത്രത്തോളം എക്സ്പെൻസ് പെട്രോൾ അടിക്കുന്നതിന്റെ വരുന്നുണ്ട്. അപ്പൊ അത് വെച്ച് കണക്ക് കൂട്ടിയ EVയില് ഉള്ളതൊന്നുമല്ല. ചാർജ് ചെയ്യുന്നതാണെങ്കിലും അതിന്റെ മന്ത്ലി EMI ആണെങ്കിലും ഒന്നുമല്ല. അതുകൊണ്ടാണ് ഞങ്ങള് പിന്നെ ഈ ഒരു EV എടുത്തത്. പിന്നെ ലോങ് പോകാനൊന്നും നമുക്ക് EVക്ക് അത്രയും ഇതില്ല, മൈലേജ് ഇല്ലാത്തത് കൊണ്ട് ഈ വണ്ടി തന്നെ വേണം. അപ്പോ ഇപ്പൊ എന്തായാലും എത്രയും പെട്ടെന്ന് വണ്ടി കിട്ടിയാ മതിയായിരുന്നു. കാരണം അത്രത്തോളം എക്സ്പെൻസ് ആവുന്നുണ്ട് പെട്രോളിന്. പിന്നെന്താ
പിന്നെ ഇങ്ങനെ നമ്മൾ ഈ യൂട്യൂബിൽ ഇങ്ങനെ പുറത്ത് കാണുന്ന ഒരു ഇതൊന്നും ആയിരിക്കത്തില്ല ചിലപ്പോൾ അവരുടെ ലൈഫിൽ നടക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അതിന്റെ ഇടയ്ക്ക് അത് വന്നിങ്ങനെ അപ്പൊ അതിന്റെ ഇടയ്ക്കാണ് ഇങ്ങനെ സന്തോഷത്തോടെ കുറച്ച് വീഡിയോ ഷോർട്സ് ഒക്കെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇടുന്നുണ്ടായിരുന്നു. പക്ഷെ ലോങ് വീഡിയോ ഇടാനുള്ള ഒരു സിറ്റുവേഷൻസും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് നമുക്കൊരു അങ്ങനെയുള്ളൊരു മാനസികാവസ്ഥ ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് ലോങ് വീഡിയോ. പിന്നെ ഷോർട്സ്, പിന്നെ എന്തുകൊണ്ട് നിങ്ങൾ ഷോർട്സ് ഇടുന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അത്രയും കഷ്ടപ്പെട്ട് അത്രയും ഈ യൂട്യൂബിലെ പലരും ഇങ്ങനെ കമന്റ് ഇടും, ഇത് ഭയങ്കര നിസ്സാരപ്പെട്ട കാര്യമല്ലേ. പക്ഷെ നമ്മൾ യൂട്യൂബിൽ സക്സസ് ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടും നിസ്സാരപ്പെട്ട കാര്യമല്ല. അതിലൊരു വ്യൂ കിട്ടുക, അത് റീച്ച് ആവുക, പിന്നെ അത് ഷൂട്ട് ചെയ്യുന്നത്, ഒരു കുക്കിംഗ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് എഫേർട്ട്, അത് എഡിറ്റ് ചെയ്യുന്ന എഫേർട്ട്, അതൊക്കെ വലിയ എഫേർട്ടാണ്. അത് യൂട്യൂബേഴ്സിന് മാത്രമേ അതും പറഞ്ഞാൽ മനസ്സിലാവും. നമ്മള് റീച്ച് ആവുന്ന സമയത്ത് യൂട്യൂബിന്റെ ക്രൈറ്റീരിയ ഒക്കെ ഭയങ്കര ക്രൈറ്റീരിയ ആയിരുന്നു. ഇപ്പോഴൊക്കെ ഒരുപാട് കുറഞ്ഞു. പക്ഷെ നമ്മള് റീച്ച് ആവുന്ന സമയത്ത് ഇങ്ങനെ സബ്സ്ക്രൈബേഴ്സിനെ ഉണ്ടാക്കുന്നതും പിന്നെ ഈ റീച്ചിന്റെ മിനിറ്റ്സ് ഉണ്ട്, ഇത്ര മിനിറ്റ്സ് ഇതായാലേ നമ്മുടെ ഇത് മോണിറ്റൈസ്ഡ് ആവുള്ളൂ. പിന്നെ മോണിറ്റൈസ്ഡ് ഇത്രയും സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെന്നും പറഞ്ഞ് നമുക്ക് ഒരിക്കലും യൂട്യൂബ് വെറുതെ ക്യാഷ് തരില്ല. ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്ന വീഡിയോ നമ്മുടെയൊക്കെയാണ് സ്റ്റാർട്ട് ആയത്. പിന്നെ കുറെ വീഡിയോ ഇറങ്ങി ഇങ്ങനെ ഫുഡ് ഉണ്ടാക്കി തരട്ടെ എന്നൊക്കെ ഉള്ള വീഡിയോസ് ഇഷ്ടംപോലെ വീഡിയോസ് ഒരുപാട് ആൾക്കാർ ചെയ്യുന്നുണ്ട്. പക്ഷെ സന്തോഷമുണ്ട് അങ്ങനെ കാണുമ്പോഴത്തേക്കും. പക്ഷെ ഇപ്പോഴും നമ്മുടെ വീഡിയോസ് എല്ലാരും ചോദിക്കും എന്താ കുക്കിംഗ് വീഡിയോസ് ഇടാത്തെ, ചോദിച്ചു തുടങ്ങി. കുക്കിംഗ് വീഡിയോസ് ഇടാത്ത എന്താ. നമ്മളിപ്പം ചെറുതായിട്ട് ഇട്ട് തുടങ്ങുന്നുണ്ട് സ്റ്റാർട്ടപ്പ് എന്നുള്ള രീതിയിൽ, പിന്നെ റീസ്റ്റാർട്ട് എന്നുള്ള രീതിയിൽ. അതെ ഇനിയിപ്പം എല്ലാം നമ്മൾ ആദ്യം തൊട്ട് റീസ്റ്റാർട്ട് ആക്കിയേ പറ്റുള്ളൂ. ആ ഒരു കണ്ടീഷനിലാണ്. കാരണം എല്ലാം ഇതായി. കാരണം നമ്മളെ സ്വപ്നമായിരുന്നു ഇങ്ങനെ യൂട്യൂബ് നല്ല രീതിയിൽ കൊണ്ടുപോവാ, യൂട്യൂബ് സക്സസ് ആക്കുക. യൂട്യൂബ് മാത്രമല്ല, ഇൻസ്റ്റഗ്രാമിൽ നമുക്ക് ഇഷ്ടംപോലെ നമ്മുടെ വീഡിയോസ് കാണുന്നവരും കാത്തിരിക്കുന്നവരും ഒക്കെ ഉണ്ട്. കാരണം എപ്പോഴും ഈ കുക്കിംഗ് വീഡിയോ എന്ന് പറയുന്നത് ഒരു പ്രത്യേക വൈബ് തന്നെയാണല്ലേ. കുക്ക് ചെയ്യുക, അത് ടേസ്റ്റ് ചെയ്യുക, അതിന് അഭിപ്രായം പറയുക. പിന്നെ ഇതിനകത്ത് കുറെ എനിക്കൊരു വൈബില്ലേ. എനിക്കത് പിന്നെ കുക്കിംഗ് ഇഷ്ടമായതുകൊണ്ട് ഞാൻ അതിന്റെ എൻജോയ്മെന്റിൽ ചെയ്തു. പക്ഷെ ഇത് കഴിഞ്ഞ് എഡിറ്റ് ചെയ്യണമല്ലോ എന്ന് നോക്കുമ്പോഴാണ് സങ്കടം. പിന്നെ ഇതിലെ പല ഡിഷസും നമ്മൾ തന്നെ ഇന്നോവേറ്റ് ചെയ്തെടുക്കുന്നതാണ് കേട്ടോ. അതൊക്കെ എല്ലാരും ചോദിക്കും, എവിടുന്ന ഈ വെറൈറ്റി ഇത്രയും ഡിഷസ് ഒക്കെ കണ്ടുപിടിക്കുന്നത്. ഇത് ചിലപ്പം ഏതെങ്കിലും ഒരു ഐറ്റം നമ്മൾ വീഡിയോസ് എവിടെയെങ്കിലും കാണുക, ആരെങ്കിലും കുക്ക് ചെയ്യുന്നത് ഒക്കെ കാണുമെങ്കിലും അതിനകത്ത് പിന്നെ നമ്മുടേതായ ഇന്നോവേഷൻസ് ഉണ്ടാവും. അങ്ങനെയാണ് നമ്മൾ കുക്ക് ചെയ്തെടുക്കുന്നത്. പിന്നെ ഏട്ടന് ഷെഫ് ആയതുകൊണ്ട് പിന്നെ കൈപ്പുണ്യൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പൊ വീഡിയോ ഇനി കൂടുതൽ നേരം വീഡിയോ നീട്ടുന്നുമില്ല. വീഡിയോ ഇത്രേ ഉള്ളൂ. പുതിയ കാണുന്നവരെ ബൈ ബൈ.